നേരം ഇങ്ങനെ വരയും കുറിയായിട്ട് നിന്നോട്ടാ? എനിക്ക് പഠിക്കാനൊന്നും ഇല്ലേടാ? റൂമിന്റെ ഒരു കോലം നോക്കിയാ നീ എന്തിനാ ഈ റൂമിലേക്ക് വരുന്നത്? എനിക്ക് എന്റെ റൂമിൽ പോയാ പോരെ. പട്ടി പോലും കഞ്ഞി കുടിക്കുമല്ലേ ഈ റൂം കണ്ടാല്. വെറുതെ അല്ല നിന്റെ തള്ള നിന്റെ തല കണ്ടരെ അങ്ങ് പോയത്. എല്ലാം കൊണ്ടുപോയി കളഞ്ഞേക്കണം. ഒരു ശാസ്ത്രമേള കാരണം മനുഷ്യന് സൗകര്യമില്ല. വിടണ തന്നെ എല്ലാം എടുത്ത് ഞാൻ കത്തിക്കും. നീ എന്നെ ഉന്തിയിടാനോ എടാ? നിന്നെ ഞാൻ ഇന്ന് നിന്റെ ഉപ്പ വരുന്നുണ്ട്. ഇതെങ്ങാനും നീ നിന്റെ ഉപ്പാനോട് പറഞ്ഞനും കണ്ടല്ലോ, നിന്നെയും കൊല്ലും നിന്റെ ഉപ്പാനെയും കൊല്ലും. ചോറിൽ വിഷം തന്നിട്ട് ഞാൻ കൊല്ലും. നിന്റെ ഉമ്മ പോയടത്തേക്ക് രണ്ടാളെ ഞാൻ പറഞ്ഞേക്കും. മനസ്സിലാവുന്നുണ്ടാ? നീ എന്തേലും ചെയ്യുന്ന എന്ത് വരക്കുക? എന്നാ ഇത് വരക്ക. അവിടെ പോയി ഇരുന്നിട്ട് അവിടെ നിന്ന് ചെയ് കേട്ടാ. ആബിദ, നിങ്ങള് വന്നാ? ഞാനും മോനും ഓരോന്നും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കലേനു. അതെയാ? എന്റെ പൊന്നുമോൻ എന്ത് ചെയ്യാ? ഓ, ചിത്രം വരക്കലാ? ഇപ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് മേടിക്കോ മോനെ? എന്ത് പറ്റിയടാ? എന്താ ഒരു വാട്ടാ മുഖത്തിന്? എന്ത് പറ്റി മോനെ? എന്ത് പറ്റിന്നാ? ഒന്നും അറിയാത്ത പോലെ നിക്കല്ല റഫീഖ. നിങ്ങൾ ഇന്ന് എനിക്ക് എന്ത് മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാ പോയത്? അയ്യോ, ഞാനത് മറന്നു കേട്ടോ. ഇവൻ മാഗി വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ കാര്യം മറന്നു. ഞാൻ പോയിട്ട് വേഗം പോയിട്ട് മേടിച്ചിട്ട് വരും. ഓക്കെ? ഞാൻ അന്നേരേ പറഞ്ഞതല്ലേ, മറക്കുമെങ്കിലോ എനിക്ക് ആശ കൊടുക്കരുതെന്ന്. വെറുതെയെങ്കിലും ഓൻ അത് പ്രതീക്ഷിച്ച് നിൽക്കലേനു. ഇത്ര നേരം നിങ്ങൾ വരുന്നുണ്ടോ നോക്കിയോ എൻ്റെ മോന് പുറത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കലേനു അല്ലേടാ? അയ്യോ എൻ്റെ മോനെ, ഉപ്പ മറന്നുപോയതാടാ. അതിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. ഉപ്പ ഇപ്പം പോയിട്ട് മേടിച്ചിട്ട് വരാം കേട്ടോ. നിങ്ങളവിടെ ഇരിക്കേ. നിങ്ങളിനി അത് വാങ്ങാൻ പോകുമൊന്നും വേണ്ട. എനിക്കറിയാനോ നിങ്ങളത് വാങ്ങാൻ മറന്നു പോകുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ മോനിക്ക് മാഗി വാങ്ങിയിട്ട് ആക്കി കൊടുത്തിന്. അല്ലേടാ മോനെ? ആക്കി തന്നിട്ടില്ലേ ഉമ്മ? നീ എൻ്റെ ഭാഗ്യാബി. ഈ മിണ്ടാനാവാത്ത എൻ്റെ മോന നീ സ്വന്തം കുട്ടീനെ പോലെയല്ലേ നോക്കുന്നത്. ഇവന്റെ ഉമ്മ പോലും അത്ര സ്നേഹിച്ചിട്ടുണ്ടാവില്ല അവനെ. സ്നേഹം പിന്നെ കൊടുക്കാനുള്ളതല്ലേ റഫീഖ? കൊടുത്താലല്ലേ നമുക്ക് തിരിച്ചു കിട്ടൂ. അല്ലേടാ മുത്തേ? അതിലൊന്നുണ്ടല്ലേ, ഇതെല്ലാം ഞാൻ അലക്കിയ നല്ല നല്ല ഡ്രസ്സുകളാണ്. ഇതിൽ എന്റെ ചെളി പിടിച്ച യൂണിഫോം കൊണ്ട് ഇടില്ല. നിന്റെ തുണിയെല്ലാം അലക്കി തരാൻ ഞാൻ നിന്റെ വേലക്കാരിയൊന്നുമല്ല. നിന്റെ തുണിയെല്ലാം നീ തന്നെ അലക്കണോ? മനസ്സിലാവുന്നുണ്ടാ? നീ എന്നാ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ? അലക്കണമെന്ന് പറഞ്ഞോണ്ടാ? ആബിദാ, നിങ്ങൾ വന്നാ? ഇത് കുറച്ച് മീനാന്ന്. ഇത് നീ കൊണ്ടേക്ക്. ഇത് നെയ്മീനാന്ന്. എന്റെ മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തേലും കേക്കട്ടെ? നല്ല തന്നെയാ. ഞാൻ പറയലേനു ഓന്റെ ഡ്രസ്സെല്ലാം ഓൻ തന്നെ സ്വന്തം അലക്കി പഠിക്കണമെന്ന്. അല്ലാ, ഓൻക്ക് അലക്കാനല്ലാവോ? ഓൻ ചെറിയ കുട്ടിയല്ലേ, അതും ഊമക്കുട്ടി. ഓൻക്ക് അതെല്ലാം അപ്പാ? ചെറിയ കുട്ടിയാ ഓനെ? എന്താ നമ്മൾ ഈ പ്രായത്തിലെല്ലാം അലക്കലില്ലേനാ? ഓനെ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് വഷളാക്കണ്ട കേട്ടാ. അലക്കി പഠിക്കുന്നതെല്ലാം നല്ലതാണ്. ഓൻ ചെറിയ കുട്ടിയല്ലേ അബി, കുറച്ചും കൂടി കഴിയട്ടെ, അന്നേരം ഓൻ ശരിയായിക്കോളും. ഓ, നിങ്ങള് ഉപ്പയും മോനും ഇപ്പൊ ഒന്നായി, ഞാൻ ഔട്ടായി അല്ലേ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ റഫീക്ക. മോനെ ആ തുണിയും കൊണ്ട് ഞാൻ അലക്കി തരാം. ഞാൻ ഓനെ കൊണ്ട് ഇതെല്ലാം അലക്കിക്കുവാ. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. അത് പിന്നെ എനിക്ക് അറിയില്ലേ അബി, നീ പ്രസവിച്ചിട്ടില്ലാന്നല്ലേ ഉള്ളൂ. സ്വന്തം മോനെ പോലെയല്ലേ നീ നോക്കുന്നു. മതി. അധികം സോപ്പൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ പതിഞ്ഞു വെക്കുക. നിങ്ങള് വാ, നാസ്ത കഴിക്കാലോ, കൈയായിട്ട് വാ. നിക്കടാ, ആ മീൻകറി വെച്ചിട്ട് കഴിക്കാം. എന്റെ മോയ്ക്ക് ഭയങ്കര ഇഷ്ടം മീൻകറിയും പത്തിരിയും. മീൻകറിയൊന്നും ഇപ്പാക്കാൻ കഴിയില്ല. ഞാൻ മുട്ടക്കറിയും പത്തിരി ആക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കാം. എന്റെ മോനിക്ക് മുട്ടക്കറി ഇഷ്ടമല്ലേ? നമുക്ക് അത് കഴിക്കാം. എന്റെ മോനിക്ക് അത് ഭയങ്കര ഇഷ്ടം. നിങ്ങൾ വന്നേ. നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് പഴയ സ്നേഹമൊന്നുമില്ല. എന്താ ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം? കെട്ടിക്കൊണ്ടിരുമ്പോ എന്തല്ലേനും പറഞ്ഞിന്, ആഴ്ചയിൽ ഷോപ്പിംഗ്, ടൂറ്. ഇപ്പൊ നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങണേ തന്നെ നല്ല നേരം നോക്കണം.
തിരക്കായോണ്ടല്ലോ അബി, എന്ത് ചെയ്യാനാ, ഭയങ്കര തിരക്കായിപ്പോയി. നീ ഒരു കാര്യം ചെയ്യ്, നീ നാളെ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്ക് നീ റെഡി ആയിട്ട് നിൽക്ക്. ഒരു 5 മണി, ഒരു 5:30 മണിയാകുമ്പോഴേക്ക് റെഡി ആയിരുന്നോ. മോനെ ഒരുക്കിക്കോ. ഓക്കെ? ഞാനില്ലേ നിങ്ങളെ ഉപ്പയും മോനും അങ്ങ് പോയാൽ മതി. അതിനെന്താടോ, അതിനെന്താ പ്രശ്നം? നമുക്ക് ടൂർ പോണോ? നമുക്ക് വയനാട് പോയി കളയാം. ഈ ചെക്കനെയും കൂട്ടിയിട്ടാ. ഓനുള്ളതിനെന്താ, ഓനുണ്ടെങ്കിലല്ലേ ഒരു സന്തോഷം. അങ്ങനെയല്ലേ വേണ്ടേ? സന്തോഷം അങ്ങനെ ഇപ്പം വേണ്ട. നമ്മൾ രണ്ടാളും മാത്രം പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, ഓന് സ്കൂൾ പോയിട്ടാകുമ്പോൾ നമുക്ക് മാളിലെല്ലാം കറങ്ങാം. അല്ലെങ്കിൽ ഓനെ നമുക്ക് 2 ദിവസം ഉപ്പാപ്പാൻ്റെ അടുത്ത് കൊണ്ടാക്കാം. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു 2 ദിവസം ടൂർ പോകാം. എന്താ? അത് നടക്കൂല അബി. ഓൻ നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിലും ഓനും വേണം. ഓനില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട, നിനക്കും വേണ്ട. അത് ഞാൻ ഓൻ്റെ ഉമ്മാക്ക് ഞാൻ കൊടുത്ത വാക്കാണ്. അത് തെറ്റിച്ചാൽ പടച്ചോൻ പോലും പൊറുക്കില്ല. അതന്നെയാ പറഞ്ഞ നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലാന്ന്. എൻ്റെ ആവി, നീ എന്നെ കുഴപ്പത്തിലാക്കല്ലേ. മോനെ ഇങ്ങ് വാ. ഇപ്പോൾ പോട്ടെ. ഇന്നേ അല്ലേ ടൂർ പോകാൻ പൈസ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്? കൊടുത്തേ. അപ്പം ഞാൻ പോന്നേ. കറണ്ട് ബില്ലടക്കാം മക്കളെ. ആ ഓക്കെ. കൊണ്ട ഇങ്ങോട്ട് ആ പൈസ ഇങ്ങ് കൊണ്ട. എനിക്ക് എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകാൻ അയാൾക്ക് പറ്റൂല. എനിക്ക് ടൂർ പോകാൻ പൈസ. നീ ഇപ്പം അങ്ങനെ ശ്രമിക്കണ്ട കേട്ടാ. മുണ്ടര് കൊന്നളീ ഞാൻ. அம்மா, ஏதாவது கிடைக்குதா? ஏதா பழசு பேப்பரு கீப்பரு எதானா கிடைக்குதா? എന്തെടുക്കോ? எதுவும் ஆகும் மேடம். ഉള്ളേ വാ. ഇതെടുക്കുക. எது? தேப்பு பட்டியா? கண்டிப்பா எடுத்துடலாம். തേങ്ങ എടോ, ആ ചെക്കൻ എടുക്കുവാന്നാ ചോദിക്കുന്നത്. ഉമ്മയാ, സംസാരിക്കൂല. ആർക്കെങ്കിലും വേണമെങ്കിൽ വിൽക്കാം. കിട്ടുന്നതിൽ പാതി എനിക്ക് തന്നാ മതി. ஓ, பிக் டீலா? சரி, இன்னைக்கு வேண்டாம் மேடம், நாளைக்கு வரலாம். நாளைக்கு வண்டியுமாய் வரலாம். 10,000 ரூபா தரோம். ஓகே? ആ മതി. എന്നാ ഇപ്പൊ പോയിട്ട് നാളെ രാവിലെ 9 മണിക്ക് വാ. ഇവിടെ അടുത്താ സ്കൂള്, നടന്നാ പോകുന്നു. അപ്പൊ വണ്ടിയായിട്ട് വന്നിട്ട് അതിലിട്ട് പോയിക്കോ. തരുന്നച്ചാ. ஓகே மேடம், ஓகே, நாளைக்கு வரலாம். சரி. അണ്ണാച്ചി, അഥവാ പോലീസ് പിടിച്ച ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഓക്കെ? ஓகே மேடம். എനിക്കെത്രയാ നീ ഡ്രസ്സ് വാങ്ങിത്തരുന്നത്? നിന്റെ ഡ്രസ്സ് ഇസ്തിരിയിട്ട് ഇവിടെ എത്ര കറണ്ട് ബില്ല് വരുന്നതെന്ന് അറിയാം എനിക്ക്. കരണ്ടിലെല്ലാം കളിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ ആവി? നല്ല വേദന ഉണ്ട് ഈ കൈ. അത് തന്നെയാ പറഞ്ഞേ, നമ്മള് മോനില്ലെങ്കിൽ കാണായിരുന്നു. ഇപ്പൊ എന്തൊക്കെ ആവുമായിരുന്നു. ഇപ്പൊ എനക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് റഫീക്ക. നമ്മളെ മോന ഞാനൊരു തമിഴന്. മോനല്ലേ ഇത്? പഠിച്ചോനെ നീ കാത്തു. എന്താ മോനെ ഇത്? മോനെഴുതിയതാ? നോക്കട്ടെ. എൻ്റെ ഉമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ. മോർണിംഗ് വാ.